ഹായ്, ഏവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസിലേറ്റർ അല്ലെങ്കിൽ ദോലകം എന്നുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ദോലകം? കേട്ടിട്ടുണ്ടാവും അല്ലേ? ദോലകം, ദോലന ചലനം അല്ല നമ്മൾ പറയുന്നത്, ദോലകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രോണിക്സിന്റെ ഭാഗമായിട്ട് വരുന്ന ആ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ മെയിനായിട്ട് ആംപ്ലിഫയേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ട്രാൻസിസ്റ്റർ കൊണ്ടാണ് ആംപ്ലിഫയർ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈപ്പുകൾ പറഞ്ഞിട്ടുണ്ട് ആംപ്ലിഫയേഴ്സിൻ്റെ. അതിൽ തന്നെ നമ്മൾ എന്താണ് ആംപ്ലിഫയേഴ്സിൻ്റെ ഒരു സ്ട്രക്ചറും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഐഡിയ കിട്ടിയവർക്ക് ഈ ഒരു ഹെഡിങ് അല്ലെങ്കിൽ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന സാധനങ്ങളൊക്കെ എന്തായിരിക്കും, വളരെ എളുപ്പമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ദോലകം അല്ലെങ്കിൽ ഓസിലേറ്റേഴ്സ്, എന്താണ് ഈ ഓസിലേറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ ഒരു ഇലക്ട്രോണിക് ഉപകരണം അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഈ ദോലകങ്ങൾ അല്ലെങ്കിൽ ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ഒരു ഡിഫൈൻ ചെയ്യാം, ഓസിലേറ്ററിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ ഒരു ഇലക്ട്രോണിക് ഉപകരണം അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഓസിലേറ്റേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓസിലേറ്ററിനെ ഈ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് AC കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഇൻപുട്ടായിട്ട് നമുക്ക് ഓൾറെഡി നമ്മൾ റെക്ടിഫയേഴ്സ് ഏകദിശാകാരികളെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമുക്ക് DC ഔട്ട്പുട്ട് തരുന്നതാണ് എന്ത്, റെക്ടിഫയേഴ്സ് എന്ന്. DC ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. നമ്മൾ ഒരു കണ്ടിന്യൂസ് സിഗ്നൽ കൊടുക്കുമ്പോൾ നമുക്ക് DC ഔട്ട്പുട്ട് കിട്ടുന്നതാണ് എന്ത്, ഏകദിശാകാരികൾ, റെക്ടിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നേരെ തിരിച്ച്, അതായത് ഈ ഓസിലേറ്റേഴ്സ് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ റെക്ടിഫയേഴ്സ് നമ്മൾ AC കൊടുക്കുമ്പോൾ DC ആണ് തരുന്നതെങ്കിൽ ഓസിലേറ്റേഴ്സ് എന്താണ് നമുക്ക് തരുന്നത്, AC ആണ് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഓസിലേറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ ഒരു കണ്ടിന്യൂസ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഓസിലേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, നമ്മൾ എന്തോ ഇൻപുട്ട് കൊടുത്തോട്ടെ കൊടുക്കാതെ ഇരുന്നോട്ടെ, നമുക്ക് എന്ത് കിട്ടണം, ഔട്ട്പുട്ടായിട്ട് നമുക്ക് AC കിട്ടുന്നു എങ്കിൽ അവിടെ എന്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഓസിലേറ്റർ കേട്ടോ. ഇതാണ് ഒരു ഓസിലേറ്ററിൻ്റെ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഇവിടുത്തെ ഗെയിന്, അതായത് നമ്മൾ ആൽഫ അതുപോലെ തന്നെ ബീറ്റ ഒക്കെ ഗെയിൻ ആണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ആംപ്ലിഫയർ ആണ് ബേസിക് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ്. ഒരു ഓസിലേറ്റർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്, ഒരു ആംപ്ലിഫയർ ആണ് വേണ്ടത്. ഓക്കെ, ഓസിലേറ്റർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്, ആംപ്ലിഫയർ ആണ് വേണ്ടത് കേട്ടോ. ആംപ്ലിഫയർ വേണം. ആംപ്ലിഫയറിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓസിലേറ്റർ ഉണ്ടാക്കുക. അതായത് ഓപ്പാം ആയിക്കോട്ടെ, ഓപ്പറേഷണൽ ആംപ്ലിഫയർ നമുക്ക് യൂസ് ചെയ്യാം, ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓസിലേറ്റേഴ്സ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഓസിലേറ്ററിൻ്റെ ഭാഗങ്ങൾ എന്ന് ചോദിച്ചാൽ എന്താണ്, ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ഒരു ഓസിലേറ്റർ ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഓപ്പാം ആണ് നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ, അല്ലെങ്കിൽ ഓസിലേറ്ററിൽ യൂസ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞു വെച്ചാൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ വർക്കിങ്ങും ഒക്കെ കണ്ടതാണ്. ആ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ആംപ്ലിഫയർ ആണ്. നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഇൻപുട്ട്, ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ കിട്ടും, AC-യിൽ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളൊരു ലൂപ്പ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലേ, ഒരു ക്ലോസ്ഡ് സിസ്റ്റം. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്, ഇതിൽ കൂടെ ഇങ്ങനെ ഇൻപുട്ട് പോകുന്നുണ്ട്, ഇവിടെ അത് ഈ BT-യിൽ കിട്ടുന്നതിന് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ആയിട്ട് എഗെയിൻ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ് അല്ലേ, ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഓസിലേറ്റർ പഠിക്കുമ്പോൾ ഫീഡ്ബാക്ക് എന്താണ് എന്നതിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഫീഡ്ബാക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലോ സംവിധാനത്തിലോ, ഇലക്ട്രോണിക്സ് സർക്യൂട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനത്തിൽ നിന്നുള്ള ഒരു ഔട്ട്പുട്ട് ഭാഗം തിരിച്ച് എന്ത് ചെയ്യാണ്, ഇൻപുട്ടിലേക്ക് നൽകുന്ന സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുക, ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഫീഡ്ബാക്ക് എന്ന് പഠിക്കണം. ഓക്കെ, ഫീഡ്ബാക്ക് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലോ പഠിച്ചു വെക്കുക, ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലോ
സിസ്റ്റത്തിലോ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റത്തിലോ ഒരു സംവിധാനത്തിലോ നിന്നുള്ള ഔട്ട്പുട്ട് നമ്മൾ എന്തായിട്ട് കൊടുക്കുകയാണ്? ഒരു ഭാഗം തിരിച്ച് ഒരു ഭാഗത്തിനെ നമ്മൾ തിരിച്ച് എന്തായി കൊടുക്കുകയാണ്? ഇൻപുട്ടിലേക്ക് നൽകുന്ന സംവിധാനം. ഇൻപുട്ടിലേക്ക് നൽകുന്ന സംവിധാനം. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഓസിലേറ്ററിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് ഫീഡ്ബാക്ക് എന്ന്, ഓസിലേറ്ററിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, നമ്മുടെ സ്ലൈഡിലുണ്ട്, അത് നമ്മൾ പറയും. അപ്പോൾ എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ള കാര്യം പഠിക്കണം. ഒരു ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ, ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലോ അതിൻ്റെ ഒരു സംവിധാനത്തിലോ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും അല്ലേ? ആ ഔട്ട്പുട്ടിന്റെ ഒരു ഭാഗം നമ്മൾ എഗെയിൻ എന്ത് ചെയ്യാണ്? അതിനെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്താൽ അതിനെ നമ്മൾ എന്താണ് പറയുക? ഫീഡ്ബാക്ക് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് എന്തോ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടി അല്ലേ? ആ ഔട്ട്പുട്ടിനെ നമ്മൾ എഗെയിൻ എന്ത് ചെയ്യാണ്? ഏതോ ഒരു സിസ്റ്റത്തിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യാണ്. അങ്ങനെ ചെയ്യുന്നതിനെയാണ്, ആ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയാ? ഫീഡ്ബാക്ക് എന്ന് പറയാം. ഓക്കെ, ഔട്ട്പുട്ട് നമുക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ടാവും. ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ. ആ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിന്റെ ഒരു ഭാഗം നമ്മൾ എഗെയിൻ വേറെ ഏതോ സിസ്റ്റത്തിന്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫീഡ്ബാക്ക് ചെയ്തു എന്ന് പറയാം. ഈ ഫീഡ്ബാക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് പോസിറ്റീവ് ഫീഡ്ബാക്ക്, അടുത്തതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പൊ ഈ ഫീഡ്ബാക്ക് എന്താണെന്ന് പഠിച്ചു. ആ ഫീഡ്ബാക്കിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം, പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലെ ഒരു സിസ്റ്റത്തിലോ ഉള്ള ഔട്ട്പുട്ടിന്റെ ഒരു ഭാഗം നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്യാണ്? ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്താൽ ആ പ്രോസസ്സിനെ നമ്മൾ ഫീഡ്ബാക്ക് ചെയ്തു എന്ന് പറയും. ഓക്കെ, ആ ഫീഡ്ബാക്കിനെ നമുക്ക് രണ്ട് രീതിയിൽ തിരിക്കാം, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. എന്തൊക്കെയാണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലേ? അപ്പോൾ എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ, അതായത് പോസിറ്റീവ് ഔട്ട്പുട്ട്, നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻപുട്ടിനോട് ചേർന്ന് സിഗ്നലിനെ എന്ത് ചെയ്യാണ്? വർദ്ധിപ്പിക്കുക. അപ്പൊ നമുക്കുള്ള സിഗ്നലിനെ ഒന്നും കൂടെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, സിഗ്നലിനെ, അതായത് ഔട്ട്പുട്ട് ഇൻപുട്ടിനോട് ചേർന്ന് സിഗ്നലിനെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, ഔട്ട്പുട്ട് ഇൻപുട്ടിനോട് ചേർന്ന്, ഇൻപുട്ട് കേട്ടോ, ഔട്ട്പുട്ട് ഇൻപുട്ടിനോട് ചേർന്ന് സിഗ്നലുകളെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് ആണല്ലോ നമ്മൾ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യണത്. ആ ഔട്ട്പുട്ട് ഇൻപുട്ടിനോട് ചേർന്ന് അവിടെ ഉള്ള സിഗ്നലുകളെ എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഫീഡ്ബാക്കിനെ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും. അത് നമ്മൾ മെയിൻ ആയിട്ട് ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് എവിടെയാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ടോപ്പിക് എന്താണ്? ഓസിലേറ്റർ. ആ ഓസിലേറ്ററുകളിലാണ് നമ്മൾ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓസിലേറ്ററിൽ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ആണെന്ന് പറയരുത്. ഏത് ഫീഡ്ബാക്ക് ആണ്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഔട്ട്പുട്ട്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇൻപുട്ടിനോട് ചേർക്കും അല്ലേ? അതായത് ഈ ഇൻപുട്ട് കൊടുക്കുന്ന ആംപ്ലിഫയറിനോട് ചേർക്കും. അങ്ങനെ ഇൻപുട്ടിനോട് ചേർത്ത് സിഗ്നലുകളെ എന്ത് ചെയ്യാണ്? വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാ. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണം ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ നമ്മൾ ഏതാണ് പറയേണ്ടത്? ഓസിലേറ്റർ ആണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ഓസിലേറ്റർ ക്ലിയർ ആയല്ലോ. അപ്പൊ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് എവിടെ യൂസ് ചെയ്യണത്? ഓസിലേറ്ററുകളിൽ ഉപയോഗിക്കുന്നത്. ഇനി നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ അതിന്റെ സ്റ്റെബിലിറ്റി, അതായത് ഔട്ട്പുട്ട് ഇൻപുട്ടിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്യാണ്? തിരിച്ചു കൊണ്ടുവന്നിട്ട് തിരിച്ച് പോകുന്നു, സിഗ്നലിനെ നിയന്ത്രിക്കുകയാണ് ചെയ്യണത്. അതുപോലെ തന്നെ ആംപ്ലിഫിക്കേഷൻ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാൻ, അതായത് സിഗ്നലുകളെ നിയന്ത്രിക്കുക, ആംപ്ലിഫയറിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുക, ആംപ്ലിഫയറിന്റെ
സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കും. ഓക്കെ, ആംപ്ലിഫയറിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുക. അപ്പം നമ്മൾ ഫീഡ്ബാക്ക് എന്താണെന്ന് പറഞ്ഞു. ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എന്താണ് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. നമ്മൾ എന്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടേണ്ടത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആയിരിക്കണം നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ എന്ത് പറയാ? ഓസിലേറ്റേഴ്സ് എന്ന് പറയാം. ഐഡിയ കിട്ടിയല്ലോ? ഈ ഓസിലേറ്റർ ആയിട്ട് നമ്മൾ എന്തിനാണ് ട്രാൻസിസ്റ്ററുകളെ അല്ലെങ്കിൽ ഓപ്പാമിനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? യൂസ് ചെയ്യണത്. ഓക്കെ, ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആവുമ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഫീഡ്ബാക്ക്? അടുത്ത പോയിന്റ് എന്താണ് ഫീഡ്ബാക്ക്? ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിലോ നിന്നുള്ള ഔട്ട്പുട്ട്, നമുക്ക് ഓൾറെഡി അവിടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ ഔട്ട്പുട്ടിനെ എവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യും? വേറൊരു ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ആ സംവിധാനത്തെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഈ ഫീഡ്ബാക്കിനെ നമുക്ക് രണ്ടാക്കാം, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആ ഇൻപുട്ടും എന്ത് ചെയ്യുക? ഔട്ട്പുട്ടാണ് ഇൻപുട്ടായി കൊടുക്കുന്നത്. അതാണ് ഔട്ട്പുട്ട് ഇൻപുട്ടിന് ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇത് ഞാനിപ്പോ നിങ്ങൾക്ക് ഇപ്പോൾ സ്ലൈഡ് ആയിട്ട് തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതി തന്നെ എന്ത് ചെയ്യണത്? കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഔട്ട്പുട്ട് ഇൻപുട്ടുമായിട്ട് ചേർന്നിട്ടുള്ള സിഗ്നലുകളെ എന്ത് ചെയ്യാണ്? വർദ്ധിപ്പിക്കുകയാണ് ചെയ്യണത്. അതായത് ഔട്ട്പുട്ട് നമ്മൾ ഏതിലേക്ക് കൊടുക്കും? ഇൻപുട്ടിലേക്ക് കൊടുക്കും. ആ ഇൻപുട്ട് എന്ത് ചെയ്യും? സിഗ്നലുകളെ വർദ്ധിപ്പിക്കും. സിഗ്നലുകളെ വർദ്ധിപ്പിച്ചാൽ അതിനെ നമ്മൾ എന്താണ് പറയാ? പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നാണ് പറയാ. അപ്പൊ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യണത്? അതാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൽ നമ്മൾ ഓസിലേറ്ററുകളിലാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത് സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനാണ്. ഏത്? നെഗറ്റീവ് ഫീഡ്ബാക്ക്. അതായത് നിയന്ത്രിക്കുന്നു, സിഗ്നലുകളെ നിയന്ത്രിക്കുന്നു, സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, അതിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ആംപ്ലിഫയറിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാൻ ഏത് ഫീഡ്ബാക്ക് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു വെച്ചാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കാം. നമുക്കിവിടെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഓസിലേറ്റേഴ്സ് ആണ് കേട്ടോ. ഓസിലേറ്റർ. അപ്പോൾ ഓസിലേറ്ററിന്റെ എന്താണ്? ഇൻപുട്ടുമായിട്ട് ചേർന്ന് സിഗ്നലുകളെ എന്ത് ചെയ്യാണ്? വർദ്ധിപ്പിക്കുകയാണ്. നമുക്ക് അതാണ് വേണ്ടത്. ഓക്കെ, സിഗ്നലുകളെ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഓസിലേറ്റർ എന്താണെന്ന് മനസ്സിലായി അല്ലേ? ഓസിലേറ്റർ നമുക്ക് എന്താണ് തരിക? AC സിഗ്നൽ ആണ് തരിക. നമ്മൾ റെക്ടിഫയേഴ്സ് പഠിക്കുമ്പോൾ അത് നമുക്ക് DC ഔട്ട്പുട്ട് ആണ് തരുന്നതെങ്കിൽ ഓസിലേറ്റർ നമുക്ക് എന്താണ് തരുന്നത്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള AC ഔട്ട്പുട്ട് ആണ് നമുക്ക് തരുന്നത്. ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ഇത്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഓസിലേറ്ററിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ DC പവർ സപ്ലൈയുടെ സഹായത്തോടെ AC വേവ് ഫോം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്തിനാണ് ഓസിലേറ്ററുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ പറയണം മക്കളെ. എന്തിനാണ് ഓസിലേറ്റർ? DC പവർ സപ്ലൈയുടെ സഹായത്തോടു കൂടി AC വേവ് ഫോം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, അതായത് എക്സ്റ്റേണൽ ഇൻപുട്ട് സിഗ്നൽ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ലഭ്യമാകും. ഇനിയിപ്പോ DC ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും എന്ത് കിട്ടും? നമുക്കൊരു ഔട്ട്പുട്ടിൽ ഒരു കണ്ടിന്യൂസ് സിഗ്നൽ, എങ്ങനെയാണെങ്കിലും കണ്ടിന്യൂസ് സിഗ്നൽ ഔട്ട്പുട്ട് ആയി തന്നാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓസിലേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് സിഗ്നൽ ഔട്ട്പുട്ട് ആയിട്ട് തന്നാൽ നമ്മൾ ആ ഉപകരണത്തെ, ആ ഇലക്ട്രോണിക് സർക്യൂട്ടിനെ എന്ത് പറയും? ഓസിലേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഈ ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മൾ ഇനി പറയാൻ പോണത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗങ്ങൾ? ഒരു ഓസിലേറ്ററിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ, പാർട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ, ഓസിലേറ്ററിന്റെ പാർട്ടായിട്ട് എന്തൊക്കെ വരും? ആംപ്ലിഫയേഴ്സ് വരും കേട്ടോ. ആംപ്ലിഫയേഴ്സ് ഒന്നാമത്തെ ഒരു പാർട്ടായിട്ട് നമുക്ക് ആംപ്ലിഫയർ ഓസിലേറ്ററിന്റെ ഒരു പാർട്ടായിട്ട് വരും. അത് ട്രാൻസിസ്റ്റർ ആവാം അല്ലെങ്കിൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. മെയിൻ ആയിട്ട് ഒപാം ആണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഒരു ഓസിലേറ്റർ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത് ഒപാം കേട്ടോ. ഓപ്പറേഷണൽ ആംപ്ലിഫയർ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഇനി പോസിറ്റീവ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് അതിന് വേണം. പോസിറ്റീവ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് അതായത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒക്കെ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഔട്ട്പുട്ട് ഇൻപുട്ടായി ചേർന്ന് സിഗ്നലുകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വേണം. പിന്നെ വേറെ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു പാർട്ടാണ് ഫ്രീക്വൻസി ഡിറ്റർമൈനിങ് സർക്യൂട്ട്. ഓക്കെ, ഫ്രീക്വൻസി തീരുമാനിക്കുന്ന സർക്യൂട്ടുകൾ. ഫ്രീക്വൻസി ഡിറ്റർമൈനിങ്
സർക്യൂട്ട്. ഫ്രീക്വൻസി ഡിറ്റർമൈനിങ് സർക്യൂട്ട് നമുക്ക് എന്തിൽ വേണം? ഇതിൽ ആവശ്യമായിട്ട് വേണം. അത് ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം? ആർ സി പറഞ്ഞു വെച്ചാൽ റെസിസ്റ്റർ കപ്പാസിറ്റർ എന്നുള്ള ആ ഒരു സർക്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എൽ സി ഇൻഡക്ടർ കപ്പാസിറ്റർ എന്നുള്ള ആ ഒരു സർക്യൂട്ട് നമുക്ക് ഇവിടെ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് കേട്ടോ. ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഫ്രീക്വൻസി കൃത്യമായി നിർണ്ണയിക്കാം. അതാണ് ഫ്രീക്വൻസി ഡിറ്റർമൈനിങ് സർക്യൂട്ട്. അപ്പൊ ഫ്രീക്വൻസി ഡിറ്റർമൈനിങ് സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആർ സി എന്താണെന്ന് അറിയണം. റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് സർക്യൂട്ട്. നമ്മൾ ടാങ്ക് സർക്യൂട്ടുകളൊക്കെ പഠിക്കും. അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം. എൽ സി എന്ന് പറഞ്ഞു വെച്ചാൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് സർക്യൂട്ട് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ. ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഇത് മൂന്നെണ്ണമാണ് നമ്മൾ ഫ്രീക്വൻസി ഡിറ്റർമൈനിങ് സർക്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറയാണ്. ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എന്താണ്? ഒരു ഇലക്ട്രോണിക് ഉപകരണം അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. നമുക്ക് എന്ത് കിട്ടും? ഒരു DC ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട്, ഒരു DC ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഫൈനലായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഒരു AC കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിഗ്നൽ തരുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഈ ഓസിലേറ്റർ എങ്ങനെ ഉണ്ടാക്കുക? ആംപ്ലിഫയറിൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ഈ ഓസിലേറ്റർ സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ആംപ്ലിഫയറിന്റെ വർക്കിംഗ് തന്നെയാണ്. അതിലേക്ക് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു. അപ്പൊ നമുക്ക് എന്തായിട്ട് അത് പ്രവർത്തിക്കും? ഓസിലേറ്റർ ആയിട്ട് പ്രവർത്തിക്കും. അപ്പൊ എന്താ ഈ ഫീഡ്ബാക്ക് എന്ന് അറിയണ്ടേ? ഫീഡ്ബാക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ അല്ലെങ്കിൽ അതിന്റെ സിസ്റ്റത്തിലോ നിന്നുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ആ ഔട്ട്പുട്ടിനെ നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് എന്തായി കൊടുക്കുകയാണ്? ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന സംവിധാനത്തെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയാം. ആ ഫീഡ്ബാക്കിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. പോസിറ്റീവ് ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ ഔട്ട്പുട്ട് ഇൻപുട്ടായിട്ട് ചേർന്ന് എന്ത് ചെയ്യും? സിഗ്നലുകളെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ഇനി നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ സിഗ്നൽ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ ആംപ്ലിഫയറിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുക. ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഭാഗങ്ങൾ? നമ്മളിപ്പോ ഒരു ഓസിലേറ്റർ എടുത്തു കഴിഞ്ഞു വെച്ചാൽ അതിന് ഏതൊക്കെ ഭാഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു വെച്ചാൽ ഒരു ആംപ്ലിഫയറിന്റെ ഭാഗം നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതാ ഈ എ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ആംപ്ലിഫയറിന്റെ ഭാഗമാണ് കേട്ടോ. ആംപ്ലിഫയർ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വേണം അവിടെ. അതുപോലെ തന്നെ അതിന്റെ ഫ്രീക്വൻസി ഡിറ്റർമൈനിങ് സർക്യൂട്ടുകൾ വേണം. ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യാം, ഫ്രീക്വൻസിയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സർക്യൂട്ടുകൾ വേണം. ആ സർക്യൂട്ടുകൾ ഏതൊക്കെയാവാം? ഒന്ന് ആർ സി എന്ന് പറഞ്ഞു വെച്ചാൽ റെസിസ്റ്ററും കപ്പാസിറ്ററും തമ്മിലുള്ള ഒരു സർക്യൂട്ട്, അല്ലെങ്കിൽ എൽ സി ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടെയുള്ള ഒരു സർക്യൂട്ട്, അതും അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഓസിലേറ്ററുകളാണ് നമ്മൾ ഇതിന്റെ ഭാഗങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഫ്രീക്വൻസി ഡിറ്റർമൈനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഡിറ്റർമൈനിങ്, ഫ്രീക്വൻസി നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ ആർ സി, എൽ സി, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി ഈ ഓസിലേറ്ററുകൾ പല തരത്തിലുണ്ട് കേട്ടോ. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാം. ജസ്റ്റ് തരങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ ആർ സി ഓസിലേറ്ററുകൾ ഉണ്ട്. ആർ സി ഓസിലേറ്റർ ഉണ്ട്, എൽ സി ഓസിലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഓസിലേറ്ററുകൾ ഉണ്ട്. ഇതൊക്കെ എന്താണ്? അതിന്റെ ടൈപ്പുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കും. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? ശരി, അപ്പൊ നമുക്ക് ഓസിലേറ്ററിന്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓസിലേറ്ററിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഇപ്പൊ നമുക്ക് എന്താണ് ഓസിലേറ്റർ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പൊ അതിൽ നിന്നുള്ള കണ്ടന്റുകൾ എന്ത് ചെയ്യണം? അതേപോലെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക? അത് നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് വായിച്ച് പഠിക്കണം. അപ്പൊ ഇപ്പൊ എന്താണ് ഓസിലേറ്റർ എന്നൊരു ജസ്റ്റ് ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഒരു ആംപ്ലിഫയറിലേക്ക് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് ഓസിലേറ്റർ കിട്ടുക. ഓസിലേറ്ററിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ എന്താണ്? എന്തിനു വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് സിഗ്നലിനെ കിട്ടാം. DC കൊടുത്താൽ AC ആയിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്ത് തരും. അതിനാണ് നമ്മൾ ഓസിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു വെച്ചാൽ ആംപ്ലിഫയർ ഉണ്ട്. ഓപ്പാം ആണ് നമ്മൾ കൂടുതലായിട്ടും അവിടെ യൂസ് ചെയ്യുന്നത്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യണത്. അതിന്റെ കൂടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. പോസിറ്റീവ് തന്നെ പഠിക്കണം കേട്ടോ. ഓസിലേറ്ററിൽ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ആ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പോൾ സിഗ്നലുകളെ നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ. പിന്നെ ഫ്രീക്വൻസി
ഡിറ്റർമൈനിങ് ഫാക്ടേഴ്സ് അവിടെ ഉണ്ടാവണം. ഫ്രീക്വൻസി നിർണ്ണയിക്കുന്ന ഫാക്ടറുകൾ, അത് RC ആവാം, റെസിസ്റ്റൻസ് കപ്പാസിറ്റർ ആ ഒരു സർക്യൂട്ട് ആവാം, അല്ലെങ്കിൽ LC ആവാം, ഇൻഡക്റ്റൻസ് കപ്പാസിറ്റർ ആ ഒരു ഇതാവാം, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആവാം. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മുടെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. ഒരു ഇലക്ട്രോണിക് ഓസിലേറ്റർ എന്നത് സാധാരണയായി ഒരു സൈൻ തരംഗം അല്ലെങ്കിൽ ഒരു ചതുര തരംഗം ഉൽപ്പാദിപ്പിക്കുന്ന സർക്യൂട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള തരംഗങ്ങളാണ്. സൈൻ തരംഗം അല്ലെങ്കിൽ ഒരു സ്ക്വയർ വേവ്. എങ്ങനെയാണ് സൈൻ തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഈ ഒരു രീതിയിൽ അല്ലേ, ഇങ്ങനെ ഒരു രീതിയിലുള്ള ആ വേവിനെയാണ് നമ്മൾ എന്ത് പറയാ? സൈൻ വേവ് എന്ന് പറയാ. ഇതെങ്ങനെയാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലേ. ഇനി സ്ക്വയർ വേവ്, സ്ക്വയർ വേവ് എങ്ങനെയാണ്? 2 സൈക്കിളും ഉണ്ടാവും കേട്ടോ. ഇങ്ങനെയുള്ളതാണ് സ്ക്വയർ വേവ്. ഇനി ട്രയാങ്കിൾ വേവ് എങ്ങനെയാണ്? ഈ ഒരു രീതിയിലായിരിക്കും ട്രയാങ്കിൾ വേവ് ഉണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആണ് അല്ലെ, കണ്ടിന്യൂസ് ആണ്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിന് ഉണ്ടാവും. നമ്മുടെ സാധാരണ DC ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അതിന് ഇങ്ങനെ പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ, അതായത് പോസിറ്റീവിന്റെ ആ സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, നെഗറ്റീവ് സൈക്കിൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഇലക്ട്രോണിക് ഓസിലേറ്റർ എന്നത് സാധാരണയായി ഒരു സൈൻ തരംഗം അല്ലെങ്കിൽ ചതുര തരംഗം, സ്ക്വയർ വേവ്, അല്ലെങ്കിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്ന സർക്യൂട്ടാണ്. സൈൻ അല്ലെങ്കിൽ സ്ക്വയർ ഉൽപ്പാദിപ്പിക്കുന്ന സർക്യൂട്ടാണ്. ഓസിലേറ്ററുകൾ വിവിധ ഫ്രീക്വൻസിയിലുള്ള AC സിഗ്നൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓസിലേറ്ററുകൾ എങ്ങനെയാണ്? വിവിധ ഓസിലേറ്ററുകളിലുള്ള AC സിഗ്നൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓസിലേറ്ററുകൾ വിവിധ ഫ്രീക്വൻസികളിലുള്ള ഓസിലേറ്ററുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വിവിധ ഫ്രീക്വൻസികളിലുള്ള AC സിഗ്നലുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. DC സപ്ലൈയിൽ നിന്നും ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് ഓസിലേറ്ററുകൾ ഈ സിഗ്നലുകളെ എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടുത്തെ ഫ്രീക്വൻസി ഒരു റേഞ്ച് എന്ന് പറഞ്ഞു വെച്ചാൽ ഹെർട്സ് മുതൽ MH വരെ, മെഗാ ഹെർട്സ് വരെ പരിധിയുണ്ട്. ഓക്കെ, ഹെർട്സ് മുതൽ മെഗാ ഹെർട്സ് വരെ. ഓക്കെ, മെഗാ ഹെർട്സ്, ജിഗാ ഹെർട്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലല്ലേ. അപ്പോൾ ഹെർട്സ് മുതൽ മെഗാ ഹെർട്സ് പരിധി വരെയാണ് എവിടെയുള്ളത്? ഈ ഒരു ഓസിലേറ്ററിന്റെ ഒരു സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഹെർട്സ് മുതൽ മെഗാ ഹെർട്സ് വരെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഓസിലേറ്റർ എന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ ഫാക്റ്റ് ആണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് വായിക്കുക. ഒരു ഇലക്ട്രോണിക് ഓസിലേറ്റർ എന്നത് സാധാരണയായി ഒരു സൈൻ തരംഗം, സൈൻ തരംഗം നമ്മൾ കണ്ടു, സൈൻ തരംഗം. ഇനി കോസ് തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കോസ് തരംഗം തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും? അതായത് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്നല്ല, നെഗറ്റീവിൽ നിന്ന് തുടങ്ങി ഇങ്ങനെയായിരിക്കും കേട്ടോ. ഈ ഒരു രീതിയിൽ പോണതാണ് കോസ്. ഇത് സൈൻ. സൈൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ 0-ൽ നിന്ന് തുടങ്ങി അങ്ങനെ വരുന്നതാണ് സൈൻ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ഇലക്ട്രോണിക് ഓസിലേറ്റർ എന്നത് സാധാരണയായി ഒരു സൈൻ വേവ്, സൈൻ തരംഗം അല്ലെങ്കിൽ ചതുര തരംഗം, സ്ക്വയർ വേവ് ഉൽപ്പാദിപ്പിക്കുന്ന സർക്യൂട്ട് ആണ്. ഒരു ഓസിലേറ്ററുകൾ വിവിധ ഫ്രീക്വൻസികൾ ഉള്ള AC ഉൽപ്പാദിപ്പിക്കും. വിവിധ ഫ്രീക്വൻസികളുള്ള AC ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. DC സപ്ലൈയിൽ നിന്നുള്ള ഊർജം സ്വീകരിച്ചുകൊണ്ട് ഓസിലേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസി ഹെർട്സ് മുതൽ എന്താണ് മെഗാ ഹെർട്സ് പരിധി വരെ ഉള്ളതാണ്. ഇവ സാധാരണയായി ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക്സ് ആശയവിനിമയ ഉപകരണങ്ങളായ റേഡിയോ, ടെലിവിഷൻ, റഡാർ മുതലായവയിലാണ്. അപ്പൊ ഈ ഓസിലേറ്ററുകളുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഏതൊക്കെ മേഖലകളിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ ഏതൊക്കെ മേഖലകളിലാണ്? ഇലക്ട്രോണിക്സ് ആശയവിനിമയം, ഇലക്ട്രോണിക്സിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് വലിയൊരു എന്താ പറയാ ഒരു തരംഗമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത് അല്ലെ. നമ്മുടെ കമ്പ്യൂട്ടറുകളിലായിക്കോട്ടെ, TV-യിലായിക്കോട്ടെ ഒക്കെ മദർ ബോർഡ് ഒക്കെ എടുത്ത് നോക്കിയാൽ എന്താണ്? ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. അപ്പൊ ആ ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണങ്ങളായ റേഡിയോ, TV, ടെലിവിഷൻ, റഡാർ, റേഡിയോ ഡിറ്റക്ടിങ് ആൻഡ് റേഞ്ചിങ് അല്ലെ, റഡാർ മുതലായവയിലാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഓസിലേറ്ററിന്റെ ഉപയോഗം നമുക്ക് വ്യാപകമായിട്ട് വരുന്നത്. സന്ദേശങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നതിനുള്ള കാരിയർ സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണ് പല ആശയവിനിമയ ഉപകരണങ്ങളിലും ഓസിലേറ്റർ ഉപയോഗിക്കുന്നത്. എന്തിന് സഹായിക്കുന്നത് കൊണ്ടാണ് ഈ ഓസിലേറ്റർ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ സന്ദേശങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നതിനുള്ള കാരിയർ സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണ്. അതായത് നമ്മൾ എന്തിന്, അതായത് ഇലക്ട്രോണിക്സ് ആശയവിനിമയ രംഗമായ റേഡിയോ, ടെലിവിഷൻ, റഡാറിലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഓസിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ പഠിക്കണം.
സന്ദേശങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നതിനുള്ള കാരിയർ സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണ് പല ആശയവിനിമയ ഉപകരണങ്ങളിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഓസിലേറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കണം. സന്ദേശങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്താനല്ലേ കാരിയർ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയും. സന്ദേശങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന കാരിയർ സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആർക്ക് കഴിയും? ഓസിലേറ്ററിന് കഴിയും. ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണ് പല ആശയവിനിമയങ്ങളിലും നമ്മൾ എന്തിനെ ഉപയോഗിക്കുന്നത്? ഓസിലേറ്ററുകൾ ഉപയോഗപ്പെടുത്തുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞ പോയിന്റിൽ ഒന്നും നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ളതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ക്ലിയർ ആണ്. ഓസിലേറ്ററുകളെ സാധാരണയായി അത് നിർമ്മിക്കുന്ന ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കാം കേട്ടോ. ഒന്ന് ഓഡിയോ ഫ്രീക്വൻസി AF, അതായത് ഓസിലേറ്റർ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ്. നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച്, നമ്മുടെ മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എത്രയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്? മനുഷ്യന്റെ ശ്രവണ പരിധി നമ്മൾ ശബ്ദം എന്നുള്ള ടോപ്പിക് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 20,000 ഹെർട്സ് വരെ. ഓക്കെ, അപ്പൊ 20 മനുഷ്യന്റെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ആ ഒരു പരിധിയാണ് മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത്. അതിന് മുകളിലാണെങ്കിലും അതിന് താഴെ ആണെങ്കിലും സൗണ്ടുകൾ ഉണ്ട്, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റില്ല അല്ലെ. നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് എവിടെ കിടക്കണോ? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. അങ്ങനെ ചിലപ്പോൾ ഓപ്ഷനിൽ തരാം. അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ അല്ലെ. കിലോ ഹെർട്സ് 1000, ഇവിടെ 1000 ചേർക്കുമ്പോൾ എന്തായി? കിലോ ഹെർട്സ് ആയി അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ 20 കിലോ ഹെർട്സ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റിലൊക്കെ തന്നിട്ട് ചില സിമ്പിൾ ആയിരിക്കാം ക്വസ്റ്റ്യൻ. 20 ഹെർട്സ് മുതൽ ഏറ്റവും ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തരാണ്, നമ്മുടെ മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെയാണ് എന്ന് തന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു 0 ഉണ്ടോ 20,000 ആണോ എന്നൊന്നും നമ്മൾ നോക്കില്ല. ആ ശരിയാണ്, 20 പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ 20 ആണ്. 2000 ആണോ 20,000 ആണോ എന്ന് അറിയാതെ ഒരൊറ്റ 0ന്റെ കുറവേ ഉള്ളൂ അല്ലെ. ഇവിടെ ആ 0 നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്ന എത്രയാണ്? ഒരു മാർക്കാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ 20 ഹെർട്സ് 20,000 ഹെർട്സ്, 20 മുതൽ 20,000 ഹെർട്സ് വരെ, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. അല്ലെങ്കിൽ അവിടെ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ കേട്ടോ. 1000 എന്ന് പറയുമ്പോൾ കിലോ എന്നായിട്ട് മാറില്ലേ? അപ്പൊ 20 കിലോ ഹെർട്സ് വരെ. അത് തന്നെ ആയിരിക്കണം. ഇടയ്ക്ക് 2000 എന്നൊക്കെ തന്ന് നമ്മളെ പറ്റിക്കാൻ നോക്കും. നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല കേട്ടോ. അപ്പൊ ഓസിലേറ്ററുകളെ സാധാരണയായി അത് നിർമ്മിക്കുന്ന ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ രണ്ടാക്കി നമുക്ക് തിരിക്കാം. ഒന്നാണ് ഓഡിയോ ഫ്രീക്വൻസി. ഓസിലേറ്റർ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ ശ്രവണ പരിധിയിലുള്ള സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്താണ് റേഡിയോ ഫ്രീക്വൻസി RF അല്ലെ. ഓസിലേറ്റർ 100 കിലോ ഹെർട്സ് മുതൽ 30 മെഗാ ഹെർട്സ് വരെയുള്ള റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഓസിലേറ്ററുകളെ സാധാരണമായി നിർമ്മിക്കുന്ന ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ എത്രയാക്കി തിരിക്കാം മക്കളെ? രണ്ടായിട്ട് തിരിക്കാം. ഓഡിയോ ഫ്രീക്വൻസി AF, ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു വെച്ചാൽ ഓസിലേറ്റർ, നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് ആലോചിച്ചാൽ മതി നമുക്ക് അവിടെ. അപ്പൊ ഓസിലേറ്ററുകൾ എന്ത് ചെയ്യും? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ് വരെ ശ്രവണ പരിധിയിലുള്ള സിഗ്നലുകളെ ഉൽപ്പാദിപ്പിക്കാൻ അതിന് കഴിയും. റേഡിയോ ഫ്രീക്വൻസി RF ഓസിലേറ്റർ, അവിടുത്തെ ആ ഒരു റേഞ്ച് മനസ്സിലാക്കണേ. 100 കിലോ ഹെർട്സ് ടു 30 മെഗാ ഹെർട്സ്. ഓക്കെ, കിലോയും മെഗായും അവിടെ മാറിയിട്ടുണ്ട്. കിലോ ഹെർട്സ് അല്ല. 100 കിലോ ഹെർട്സ് മുതൽ 30 മെഗാ ഹെർട്സ് വരെയുള്ള റേഡിയോ ഫ്രീക്വൻസികളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓസിലേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഓസിലേറ്ററുകളെ സാധാരണമായി നിർമ്മിക്കുന്ന ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് അല്ലെ. ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് അവിടെ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞു വെച്ചാൽ 20 ഹെർട്സ് മുതൽ 20,000 കിലോ ഹെർട്സ് വരെ, 20,000 ഹെർട്സ് വരെ, അതായത് 20 കിലോ ഹെർട്സ് വരെയുള്ള പരിധിയിലുള്ള സിഗ്നലുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നമ്മൾ പഠിക്കുകയേ വേണ്ട, ഇത് നമുക്ക് അറിയുന്ന പോയിന്റ് ആണ്. ഓക്കെ, ഈ പോയിന്റ് നമുക്ക് പഠിക്കേണ്ട. ഇവിടെയാണ് ഒന്ന് ജസ്റ്റ് നോക്കാനുള്ളത്. റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ 100 കിലോ ഹെർട്സ് മുതൽ 30 മെഗാ ഹെർട്സ് വരെയുള്ള റേഡിയോ ഫ്രീക്വൻസി, ഇതിന്റെ റേഞ്ച് പഠിക്കണം. 100 കിലോ ഹെർട്സ് ടു 30 മെഗാ ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള വരെയുള്ള റേഡിയോ ഫ്രീക്വൻസി സിഗ്നലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ റേഡിയോ ഫ്രീക്വൻസിയും ഓഡിയോ ഫ്രീക്വൻസിയും ആര് ഓസിലേറ്ററുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ചുരുക്കി പറഞ്ഞത്. ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് നമുക്കറിയാം. റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് നമ്മളിപ്പോൾ പഠിച്ചു 100 കിലോ ഹെർട്സ് മുതൽ 30 മെഗാ ഹെർട്സ് വരെയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? ഈ ഭാഗത്ത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇവിടെ നമുക്ക് ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞു വെച്ചാലും എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. സ്റ്റേറ്റ്മെന്റിൽ വരുമോ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ വരുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. ഏത് രീതിയിൽ വന്നാലും നമ്മൾ എഴുതാൻ തയ്യാറായിട്ട് ഇരിക്കുക. മൾട്ടി വൈബ്രേറ്ററുകളാണ് സ്ക്വയർ വേവുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ത്രികോണ തരംഗം നമ്മൾ വരച്ചു, ട്രയാങ്കിൾ വേവ് അല്ലെ പോലെയുള്ള മറ്റ് സിഗ്നലുകൾ ചതുര തരംഗങ്ങളുടെ ആകൃതി വ്യതിയാനം വരുത്തിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ മൾട്ടി വൈബ്രേറ്ററുകൾ നമ്മൾ ഇതിന്റെ അവസാനത്തിൽ മൾട്ടി വൈബ്രേറ്ററിന്റെ പ്രവർത്തനം നമ്മൾ പഠിക്കാം. അപ്പൊ ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, മൾട്ടി വൈബ്രേറ്ററുകളാണ് സ്ക്വയർ വേവുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ സ്ക്വയർ വേവിനെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ പറയണം മൾട്ടി വൈബ്രേറ്ററുകൾ. ഓക്കെ, മൾട്ടി വൈബ്രേറ്ററുകൾ നമ്മൾ നമ്മുടെ ഇലക്ട്രോണിക് ലാബിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സർക്യൂട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അതിനെ ഒരു സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ ഒരു CRTയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കണക്ട് ചെയ്യും. ഓക്കെ, അവിടെ എന്ത് കിട്ടും? ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന വേവുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവിടെ നമുക്ക് സ്ക്വയർ വേവ് അല്ലെങ്കിൽ ട്രയാങ്കിൾ വേവ്, ഈ സ്ക്വയർ വേവിനെ ഒന്നും കൂടെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ട്രയാങ്കിൾ വേവ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യണത്. ഓക്കെ, ഈ ഏത് വേവ് ആണ് കിട്ടണത്, സൈൻ വേവ് ആണോ അല്ലെങ്കിൽ ട്രയാങ്കിൾ ആണോ സ്ക്വയർ ആണോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഈ ഒരു സ്ക്രീനിലാണ് നമുക്ക് തെളിയുക. ഈ ഇലക്ട്രോണിക് ലാബുകളിലൊക്കെ പോയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ മൾട്ടി വൈബ്രേറ്ററുകളാണ് സ്ക്വയർ വേവുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ത്രികോണ തരംഗം അതായത് ട്രയാങ്കിൾ വേവ് പോലുള്ള മറ്റു സിഗ്നലുകൾ ചതുര തരംഗങ്ങളുടെ ആകൃതിയിൽ വ്യതിയാനം വരുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അടുത്താണ് AC സിഗ്നൽ. AC സിഗ്നൽ ഉൽപാദന ഉപകരണങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പം നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, വൈദ്യുതി എത്രയാണെന്ന് ചോദിച്ചാൽ 50 ഹെർട്സ് ആണ്. 50 ഹെർട്സിന്റെ വൈദ്യുതിയാണ് നമ്മുടെ ഹൗസ് കണക്ഷനിൽ ലഭിക്കുന്നത്. അപ്പോൾ 50 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ഒരു സൈൻ തരംഗമാണ് നമുക്ക് ലഭിക്കുക. സൈൻ വേവ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇങ്ങനെയുള്ള വേവ്, ഈ ഒരു രീതിയിലുള്ള വേവ് സൈൻ വേവ് ആണ് നമുക്ക് ലഭിക്കുന്നത്. 50 ഹെർട്സ് ആണ് കേട്ടോ. നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി 50 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള ഒരു സൈൻ തരംഗമാണ്. ഇത് നിർമ്മിക്കുന്നത് ഒരു ഓൾട്ടർനേറ്റർ ആണ് കേട്ടോ. ഓൾട്ടർനേറ്റർ ആണ്. ഓൾട്ടർനേറ്റർ എന്നത് കറങ്ങുന്ന ഒരു ഭാഗമുള്ള യാന്ത്രിക ഉപകരണമാണ്. അപ്പൊ എന്താണ് ഈ ഓൾട്ടർനേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞു വെച്ചാൽ കറങ്ങുന്ന ഒരു ഭാഗമുള്ള ഒരു യാന്ത്രിക ഉപകരണമാണ് എന്ത്? ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ AC സിഗ്നൽ ഉൽപാദന ഉപകരണങ്ങളിൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഹൗസ് കണക്ഷൻ എത്രയാണ്? 50 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സൈൻ തരംഗമാണ് ഉപയോഗിക്കുന്നത്. ഇത് നിർമ്മിക്കുന്നത് ഓൾട്ടർനേറ്ററുകളാണ്. ഓൾട്ടർനേറ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് AC ജനറേറ്ററുകളാണ് കേട്ടോ. ഓൾട്ടർനേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് AC ജനറേറ്ററുകളാണ്. ഓൾട്ടർനേറ്റർ എന്നത് കറങ്ങുന്ന ഭാഗമുള്ള ഒരു യാന്ത്രിക ഉപകരണമാണ്. യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഓക്കെ, ഈ ജനറേറ്റർ എന്താണ് ചെയ്യുന്നത്? യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. എന്നാൽ ഒരു ഓൾട്ടർനേറ്റർ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾ നിർമ്മിക്കാൻ അവർക്ക് കഴിയില്ല. നമ്മൾ 50 ഹെർട്സ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ചിൽ വരുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ അതെന്താണ്? നമുക്ക് പറ്റും. ആരെ കൊണ്ട്? ഓൾട്ടർനേറ്ററിനെ കുറിച്ച് കൊണ്ട് പറ്റും. പക്ഷെ ഒരുപാട് ഉയർന്ന ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നലുകളെ ഈ ഒരു രീതിയിലേക്ക് മാറ്റുക എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഇത് തരിക എന്നുള്ളത് ആർക്ക് അപ്രാപ്യമാണ്? ഈ ഓൾട്ടർനേറ്ററിന്. അതായത് ഓൾട്ടർനേറ്ററിന് ഉയർന്ന ഫ്രീക്വൻസിയുള്ള സിഗ്നൽ നിർമ്മിക്കാൻ തന്നെ അവർക്ക് എന്ത് ചെയ്യില്ല? പറ്റില്ല, നിർമ്മിക്കുന്നില്ല. കാരണം അതിന്റെ യന്ത്രഭാഗങ്ങൾക്ക് അത്ര വേഗത്തിൽ ചലിക്കാൻ എന്ത് ചെയ്യില്ല? സാധിക്കില്ല. ഓക്കെ, ഒരു ഓസിലേറ്ററും ഓൾട്ടർനേറ്ററും താഴെ പറയുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നു. അപ്പോഴാണ് നമ്മൾ എന്തിന്റെ ഉപയോഗം നമുക്ക് വരുന്നത്? ഓസിലേറ്ററിന്റെ ഉപയോഗം നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ ഈ ഒരു സ്ലൈഡ് വൃത്തിയായിട്ട് പഠിക്കുകയാണ്. AC സിഗ്നൽ ഉൽപാദന ഉപകരണങ്ങൾ സാധാരണ നമ്മുടെ ഹൗസ് കണക്ഷനിൽ ഉപയോഗിക്കുന്നത് ആ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 50 കിലോ ഹെർട്സ് ആണ് അല്ലെ. 50 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞു വെച്ചാൽ വലിയൊരു ഫ്രീക്വൻസി റേഞ്ച് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഓഡിയബിൾ ഫ്രീക്വൻസി റേഞ്ചിലുള്ള ആ ഒരു ഭാഗം അത്രേ വരുന്നുള്ളൂ 50 ഹെർട്സ് എന്ന് പറയുന്നത്. ഇതൊരു സൈൻ തരംഗമാണ്. ഇത് നിർമ്മിക്കുന്നത് എന്താണ്? ഒരു ഓൾട്ടർനേറ്റർ ആണ് അല്ലെങ്കിൽ AC ജനറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തരംഗം നിർമ്മിക്കുന്നത്.
ഇതിലെന്തുണ്ട്, ഒരു കറങ്ങുന്ന ഭാഗമുണ്ട്, ഒരു കറങ്ങുന്ന ഭാഗമുള്ള ഒരു യാന്ത്രിക ഉപകരണമാണ്. ആ യാന്ത്രിക ഉപകരണം ആ യാന്ത്രികോർജ്ജത്തെ എന്താക്കി മാറ്റും, വൈദ്യുതോർജ്ജമാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹൗസ് കണക്ഷനിലൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഇതിന്, അതായത് ഈ ഒരു ഓൾട്ടർനേറ്ററിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ് ആ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു വെച്ചാൽ, ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മൾ ഓസിലേറ്ററും ഓൾട്ടർനേറ്ററും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കണോ എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാൻ പോകണം. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഒന്ന്, ഓസിലേറ്റർ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. അതിനാൽ അത് വളരെ നിശബ്ദമായിട്ട് പ്രവർത്തിക്കും. ഒരു ജനറേറ്റർ ഒക്കെ വെച്ച് കഴിഞ്ഞു വെച്ചാൽ എങ്ങനെ, നമ്മുടെ വീട്ടിൽ വല്ല മുമ്പത്തെ കല്യാണത്തിനൊക്കെ ജനറേറ്റർ കൊണ്ട് വെക്കും അല്ലേ, എങ്ങനെയായിരിക്കും, സൗണ്ട് ഒന്നുമില്ലാതെ നിശബ്ദമായിട്ട് പ്രവർത്തിക്കണ ഒന്നായിരിക്കും, അത് നല്ല സൗണ്ടോട് കൂടി പ്രവർത്തിക്കണ ഒന്നായിരിക്കും. കടകടാന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് വരും അല്ലേ. അത് യാന്ത്രികോർജ്ജം എന്താക്കി മാറ്റുകയാണ്, വൈദ്യോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യണത്. അപ്പൊ കടകടകടാന്ന് പറഞ്ഞ ഒരു സൗണ്ട് വരും. ഇതെന്താണ്, ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ഇലക്ട്രോണിക് സർക്യൂട്ട് വളരെ പാവമാണ്, അതിന് വലിയ സൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, ഓസിലേറ്റർ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. അതിനാൽ വളരെ നിശബ്ദമായിട്ട് എന്ത് ചെയ്യും, പ്രവർത്തിക്കും. ഓക്കെ, വളരെ നിശബ്ദമായിട്ട് പ്രവർത്തിക്കാൻ ആർക്ക് കഴിയും, ഓസിലേറ്റർ ഒരു ഇലക്ട്രോണിക് ഉപകരണം ആയതുകൊണ്ട് തന്നെ. മറ്റേതുപോലെ സൗണ്ട് ഒന്നും ആരും ക്രിയേറ്റ് ചെയ്യില്ല. ഓൾട്ടർനേറ്റർ, AC ജനറേറ്റർ പോലെ ഒരു ശബ്ദം ഒന്നും ആർക്കുണ്ടാവില്ല, ഈ ഓസിലേറ്ററിന് ഉണ്ടാവില്ല. അപ്പൊ രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം പഠിച്ചില്ലേ, ഇലക്ട്രോണിക് സിഗ്നൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആയതുകൊണ്ട് അതിനെന്താ, നിശബ്ദതയോടുകൂടി വർക്ക് ചെയ്യാൻ കഴിയും. ഓസിലേറ്റർ അനേകം ഫ്രീക്വൻസികൾ നിർമ്മിക്കാം. അവിടെ ഫ്രീക്വൻസിക്ക് ഒരു റേഞ്ച് ഉണ്ട്, അത്രേ പറ്റുള്ളൂ എന്നുണ്ട് ഓൾട്ടർനേറ്ററിൽ. പക്ഷെ ഓസിലേറ്ററിന് അനേകം ഫ്രീക്വൻസികൾ എന്ത് ചെയ്യാൻ പറ്റും, നിർമ്മിക്കാൻ കഴിയും. അവ നിർമ്മിക്കുന്ന സിഗ്നലുകളുടെ ഫ്രീക്വൻസികൾ വളരെ എളുപ്പത്തിൽ ആവശ്യാനുസരണം മാറ്റാനും കഴിയും. ഓക്കെ, അപ്പൊ ഇവർ നിർമ്മിക്കുന്ന സിഗ്നലുകളുടെ ഫ്രീക്വൻസികൾ വളരെ എളുപ്പത്തിൽ ആവശ്യത്തിനനുസരിച്ച് മാറ്റാനും ആർക്ക് കഴിയും, ഈ ഓസിലേറ്ററിന് കഴിയും. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. നമ്മുടെ ഹൗസ് കണക്ഷന് 50 kHz ആണ് നമ്മൾ യൂസ് ചെയ്യണത് അല്ലെ. അതിനെ എങ്ങനെയാണ് നമ്മൾ ആ ഒരു യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, അവിടെ നമുക്ക് ഓൾട്ടർനേറ്റർ വഴി ഒരു സൈൻ തരംഗമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ആ ഓൾട്ടർനേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ആ ഫ്രീക്വൻസി എന്ത് ചെയ്യണത്, ഈ AC അല്ലെങ്കിൽ സൈൻ വേവിന്റെ ആ ഫോമിലേക്ക് നമ്മൾ മാറ്റണത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കറങ്ങുന്ന ഒരു ഭാഗമുള്ള ഒരു യന്ത്രമാണ്. അതിന് ഹൈ ഫ്രീക്വൻസികളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പോഴാണ് നമ്മൾ ഓൾട്ടർനേറ്ററും നമ്മുടെ ഓസിലേറ്ററും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ അതിൽ ആദ്യത്തെ എന്താണ് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ, നിശബ്ദമായിട്ട് വർക്ക് ചെയ്യാൻ ആർക്ക് കഴിയും, അതായത് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ വളരെ നിശബ്ദതയിൽ വർക്ക് ചെയ്യാൻ ആർക്ക് കഴിയും, ഓസിലേറ്ററിന് കഴിയും എന്നുള്ളത് ഓസിലേറ്ററിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഏത് ഫ്രീക്വൻസി റേഞ്ചുകൾ, ഓസിലേറ്റർ അനേകം ഫ്രീക്വൻസികൾ നിർമ്മിക്കാൻ കഴിയും. ഏത് രീതിയിലേക്ക് വേണമെങ്കിലും ആ സിഗ്നലുകളെ മാറ്റാനും കഴിയും. അവ നിർമ്മിക്കുന്ന സിഗ്നലുകളെ ഫ്രീക്വൻസി വളരെ എളുപ്പത്തിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനും കഴിയും. ഇതൊക്കെ കൊണ്ട് നമ്മൾ എന്താണ്, ഓസിലേറ്റർ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് മാറും. നമുക്ക് എല്ലാ ഫ്രീക്വൻസി റേഞ്ചുകളിലും നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം, ഈ ഓസിലേറ്ററുകളെ യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ ഓൾട്ടർനേറ്റർ എന്താണ്, ഓസിലേറ്റർ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ പഠിച്ച് കഴിഞ്ഞു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ?